ഏവർക്കും ഓണത്തിൻ്റെ ഹൃദ്യമായ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ പി എ രാധാകൃഷ്ണൻ സാറാണ്. നമ്മൾ കഴിക്കുന്ന ഒട്ടുമിക്ക ഭക്ഷണ രീതികളും ഭക്ഷണങ്ങളും അത് പച്ചക്കറി ആയാൽ പോലും ഓണസദ്യ ആണെങ്കിൽ പോലും അതൊന്നും ശരിയല്ല എന്ന് പറയുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടറുടെ കൂടെയാണ് നമ്മൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഡോക്ടറോട് തന്നെ ചോദിക്കാം. ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. നമസ്തേ ഡോക്ടർ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എല്ലാ ഭക്ഷണ രീതികളും തെറ്റാണോ? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? അങ്ങനെയല്ല, നമ്മൾ ഇന്ന് തുടരുന്ന ഭക്ഷണ രീതി തെറ്റാണെന്നല്ലേ പറഞ്ഞത്? അത് 100% ശരിയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞ തന്നെ തുടങ്ങാം. ഒരു ഭക്ഷണത്തെ ഇപ്പൊ മുന്തിരി ഭക്ഷണമാണല്ലോ, അല്ലേ? മുന്തിരി ഭക്ഷണമാണെന്ന് നമ്മളെല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ വൈൻ ഭക്ഷണമാണോ? വൈനും ഭക്ഷണം. വൈൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്. നമ്മളെ ബിവറേജ് വിൽക്കുന്ന, നമ്മളെ സർക്കാർ വിൽക്കുന്ന അല്ലെങ്കിൽ ബാറിൽ വിൽക്കുന്ന വൈൻ്റെ ബോട്ടിലിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ആരോഗ്യത്തിന് ഹാനികരം എന്ന്. ഇനി നമ്മളെ കയ്യിലുള്ള ഫോണിൽ അടിച്ചു നോക്കുക, വൈനിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷം ചേർക്കുന്നുണ്ടോന്ന്? ഒരു വിഷവും ചേർക്കുന്നില്ല. വൈൻ എന്ന് പറയണ്ട, എല്ലാ മദ്യം ഉണ്ടാക്കേണ്ടത് ഈതയിൽ ആൽക്കഹോൾ കൊണ്ടാണ്. ആൽക്കഹോളാണ് മദ്യം എന്ന് പറയുന്നത്. അതായത് മദ്യം ഉണ്ടാക്കേണ്ടത് ഭക്ഷ്യയോഗ്യമായ വസ്തുവിനെ കൊണ്ടാണ്. ഗോതമ്പ്, കരിമ്പ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഇതൊക്കെ അല്ലേ മദ്യം ഉണ്ടാക്കുന്നത്. പക്ഷെ പിന്നെ എങ്ങനെയാ മദ്യം ആരോഗ്യത്തിന് ഹാനികരമായത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത് പാചകം ചെയ്യുന്നത് കൊണ്ടാണ്. മുന്തിരിയെ അടുക്കള പാചകത്തിന് വിധേയമാക്കിയപ്പോഴല്ലേ വൈനുണ്ടായത്? ഫെർമെന്റ് ചെയ്യാൻ വെക്കുന്നു, ഇനി കുറച്ച് ഡിസ്റ്റിൽഡ് ആക്കുന്നു, അതായത് വാറ്റിയെടുക്കുന്നു. അപ്പോഴാണല്ലോ ബ്രാൻഡിയും വിസ്കിയും ചാരായും ഒക്കെ ഉണ്ടാവുന്നത്. ഇതിലൊന്നും ഒരു വിഷവും ചേർക്കുന്നില്ല. വിഷം ചേർത്താൽ അതിന്റെ പേര് വിഷമദ്യം എന്നാണ്. കല്ലുവാതിക്കലും വൈപ്പിലും മരിച്ച ആളുകള് വിഷമദ്യം കഴിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്നത് വിഷമദ്യമല്ല, അത് മിഥൈൽ ആൽക്കഹോളാണ്. ഇത് ഈഥൈൽ ആൽക്കഹോളാണ്. അപ്പോൾ നമ്മൾ ഭക്ഷ്യയോഗ്യമായ ഒരു വസ്തുവിനെ അടുക്കള പാചകം ചെയ്തുകൊണ്ട് അതിന് വിഷമാക്കി മാറ്റി എന്നുള്ളതാണ്. ആ രീതിയിൽ നമ്മൾ ഇന്നുണ്ടാക്കുന്ന പല വിഭവങ്ങളും ഇതുപോലെ ശരീരത്തിന് വിഷതുല്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് എണ്ണവർഗ്ഗങ്ങൾ. അതായത് എണ്ണയിൽ വറക്കുന്നത് കൊണ്ടല്ലാതെ, ഞാൻ പറഞ്ഞല്ലോ മുന്തിരി കഴിച്ചാൽ നല്ലത്, മുന്തിരി വൈനാക്കി കഴിച്ചപ്പോൾ മോശം, ആരോഗ്യത്തിന് ഹാനികരം എന്നതുപോലെ നാളികേരമോ കടലയോ പരിപ്പോ തവിടിൽ പോലും എണ്ണയുണ്ട്. എണ്ണ എന്ന് പറയുന്ന ഫാറ്റ് കൊഴുപ്പ് എന്ന് പറയുന്നതൊക്കെ എല്ലാ വിഭവങ്ങളിലും ഉണ്ട്. പ്രധാനമായിട്ടും ഇതിലൊക്കെ ഉണ്ട്. അതായത് പയറുവർഗ്ഗങ്ങളിലും അണ്ടിവർഗ്ഗങ്ങളിലൊക്കെ പ്രധാനമായിട്ടും ഉണ്ട്. ഒരു അണ്ടിവർഗ്ഗത്തിൽ പെടുന്നത് തന്നെയാണ് നാളികേരവും. പക്ഷെ ഈ നാളികേരം നമുക്ക് കഴിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമല്ല, പക്ഷെ വെളിച്ചെണ്ണ കഴിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. പക്ഷെ നമ്മൾ ഇത്രയും കാലമായിട്ട് വെളിച്ചെണ്ണ കഴിക്കുന്നില്ലേ, നമ്മൾ ജീവിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കാം. നമ്മളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വയറ് സംബന്ധമായിട്ടുള്ള ദഹന സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നത്തിലൂടെയാണ് സകല ആളുകളും ജീവിക്കുന്നത്. സകല ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ. എല്ലാ രാജ്യത്തും എണ്ണ ചേർക്കുന്നില്ല ഭക്ഷണത്തിൽ എണ്ണ ചേർക്കുന്ന ഒരു സംസ്കാരമുള്ള നാട്ടിലുള്ള ആളുകളിലൊക്കെ വയറിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ട്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് വേറെ പരീക്ഷണത്തിനൊന്നും പോവേണ്ട കാര്യമില്ല. അതായത് ഒരു ദിവസം ഒരു 100 ഗ്രാം അരി കൊണ്ട് പുട്ടുണ്ടാക്കിയാൽ അയാൾക്ക് വയറ് നിറച്ച് തിന്നാം. ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ആ 100 ഗ്രാം അരി കൊണ്ട് പകരം അച്ചപ്പമോ കുഴലപ്പമോ അല്ലെങ്കിൽ ഉണ്ണിയപ്പമോ ഉണ്ടാക്കിയിട്ട് തന്നെന്ന് കരുതുക. അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അച്ചപ്പം അല്ലെങ്കിൽ കുഴലപ്പം എങ്ങനെ ഉണ്ടാവും? ഒരു ദിവസം സാധ്യവും. 2-3 ദിവസം കഴിയുമ്പോഴത്തേനും അയാൾക്ക് വയ്യാതെയാവും. അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രീതിയിലോ ഛർദ്ദിയോ വയറിളക്കോ മാത്രമല്ല പല പ്രശ്നങ്ങളും ഉണ്ടാവാം ദഹന സംബന്ധമായിട്ട്. അപ്പൊ എണ്ണയിൽ ഉണ്ടാക്കുന്ന ഏതൊരു ഭക്ഷണവും ദഹിപ്പിക്കാൻ ശരീരത്തിന് ബുദ്ധിമുട്ടാണ്. അപ്പൊ കുറച്ചൊക്കെ നമ്മൾ ചേർക്കുന്നത് കൊണ്ട് നമ്മളതിങ്ങനെ എന്താ പറയാ സഹിച്ചിങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ പോവാണ്, അവിടെ തുടങ്ങുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തുടർന്ന് വരുന്ന ഭക്ഷണം തെറ്റാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. തുടർന്ന് വരുന്ന ഭക്ഷണ രീതി തെറ്റാണ്. ഭക്ഷണ സംസ്കാരം തെറ്റാണെന്ന് മാത്രമല്ല, അത് ദാരിദ്ര്യത്തിൽ നിന്ന് രൂപപ്പെട്ടതുമാണ് മലയാളിയുടെ ഭക്ഷണ സംസ്കാരം.
ഞാൻ പറഞ്ഞോട്ടെ, ഒരയല 8 കഷ്ണമാക്കണമെന്ന് എന്തിനാ? ദാരിദ്ര്യമുള്ളത് കൊണ്ട്. എല്ലാവർക്കും ഈ ഓരോ കഷ്ണം വിളമ്പി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അയല 8 കഷ്ണമാക്കിയിട്ട് കുറെ മുളകും പുളിയും ഉപ്പും കലക്കി ഒരു വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് കൂട്ടാൻ എന്ന പേരിന് നമുക്ക് തരുന്നത്. ഒരു സാമ്പാർ എങ്ങനെ ഉണ്ടായാൽ സാമ്പാറിന് ഇത്തിരി കാശേ വേണ്ടോ? 4 കഷ്ണം പച്ചക്കറിയല്ലേ വേണ്ടോ? 90% ബാക്കി വെള്ളവും പുളിയും ഉപ്പൊക്കെ കൂടി വെള്ളം ചേർത്താൽ മതി. 10% പോലും പച്ചക്കറി അതിലില്ല. അപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്നാണ് നമ്മളുടെ ഒരു ഭക്ഷണ സംസ്കാരം രൂപപ്പെട്ടത്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് മേന്മയോ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. കാശില്ലാത്തത് കൊണ്ട് ഒരു 100 പേരെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ കാളൻ കൂട്ടിയിട്ടോ അവിയൽ കൂട്ടിയിട്ടോ ഊണ് കഴിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അത്രയും പച്ചക്കറി വേണ്ടേ? അപ്പൊ കുറച്ച് പച്ചക്കറിയും ബാക്കി മുളകും പുളി ഉപ്പും കലക്കിയ കായമൊക്കെ കൂടി കലക്കിയ ഒരു വെള്ളത്തിൽ ഇതൊക്കെ വേവിച്ച് ഒരു കയ്യിൽ നിറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയുള്ള അതുകൊണ്ടാണ് നമ്മളിന്ന് തുടർന്ന് വരുന്ന ഭക്ഷണ രീതി തെറ്റാണെന്ന് പറയുന്നതിന്റെ കാരണം. ഇപ്പൊ ഡോക്ടർ പറയുന്ന ഒരു രീതിയിൽ ഇപ്പൊ നമ്മളിപ്പോ ഡോക്ടർ പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, വിഷരഹിതമായ ഓണ വിഭവങ്ങളെന്ന്. ശരിക്കും ഓണസദ്യയിൽ എന്താ വിഷരഹിതം? കാരണം അതെല്ലാം ഇങ്ങനെ ഓണം മാത്രമല്ല, ഞാൻ ആദ്യം പല പ്രാവശ്യം പറഞ്ഞതാണ്, ഭക്ഷണം ഒരു സംസ്കാരമാണ്. കേക്കില്ലാത്ത ഒരു ക്രിസ്മസും ബിരിയാണി ഇല്ലാത്ത ഒരു മുസ്ലിം പെരുന്നാളും അല്ലെങ്കിൽ സദ്യ ഇല്ലാത്ത ഒരു ഓണമൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ. അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പകരം വെക്കാൻ സാധനങ്ങൾ ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലാതെ അതിനെ നിഷേധിക്കില്ല. പപ്പടം, കാരമില്ലാത്ത പപ്പടം ചുട്ടെടുത്തിട്ട് നമ്മൾ ഇന്ന് സദ്യയിൽ വിളമ്പുന്നുണ്ട്. അതിങ്ങനെ ആകെ വെണ്ണീറിലിട്ട് ചുട്ടതൊന്നല്ല, കഴിച്ചു നോക്കിയില്ലേ? അപ്പൊ അത് അതിൻ്റെതായ രീതിയിലാണ്. ഇഞ്ചിയും പുളിയും അച്ചാറും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെ വിഭവങ്ങളാണ്? എനിക്ക് അവിയലുണ്ട്, കാളൻ, സാധാരണ അവിയൽ. അവിടെ എണ്ണ ചേർത്തിട്ടില്ല. ഒരു വെജിറ്റേറിയൻ സദ്യയിൽ പോയി നോക്കൂ, അതിന്റെ ആ അവിയൽ ഉണ്ടാക്കിയ പാത്രം ചെരിച്ചു പിടിച്ചാൽ അതിലിങ്ങനെ ഒഴുകി വരും എണ്ണ. അതെ, പക്ഷെ ആ വെളിച്ചെണ്ണയുടെ ഒരു മണമൊക്കെ അല്ലേ അവിയലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മണം അഥവാ രുചി എന്ന് പറയുന്നത് ശീലമാണ്. ഇവിടെ നടക്കുന്ന ബംഗാളി, ഇപ്പൊ ഇങ്ങോട്ട് കയറി വരുമ്പോ ഒരു ബംഗാളിയായിട്ട് സംസാരിച്ചല്ലോ, അയാൾക്ക് വെളിച്ചെണ്ണ ചേർത്ത ഭക്ഷണം ഒരു രുചിയില്ല. ഉണ്ടാവില്ല. മഹാരാഷ്ട്രക്കാരന് വെളിച്ചെണ്ണ രുചിയുള്ളതല്ല. അവരുടെ കടുകെണ്ണയും അവർക്കത് രുചിയല്ലേ? കടുകെണ്ണ നമുക്ക് രുചിയാണോ? എന്തുകൊണ്ടാണ് രണ്ടും ആയെന്ന് ചോദിച്ചാൽ, അവർക്ക് കടുകെണ്ണ കൊടുത്ത് ശീലിപ്പിച്ചു, നമുക്ക് വെളിച്ചെണ്ണ തന്ന് ശീലിപ്പിച്ചു. അങ്ങനെ കുറേശ്ശെ ശീലിച്ചു എന്നത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അത് രുചിയല്ല, അത് ശരിയുമല്ല. എന്തും ശീലിപ്പിക്കാം. മത്തി കൊടുത്തിട്ട് ഒരു ആടിനെ വളർത്തുന്നത് ഇന്നാൾ യൂട്യൂബിലുണ്ടായിരുന്നു. മത്തി കൊണ്ട് മേടിച്ചിട്ട് നോക്കുമ്പോൾ ആട് ഇങ്ങനെ നിന്ന് തിന്നുകയാണ്. അത് അതിനെ ശീലിപ്പിച്ചതാണ്. മത്തി അതിന്റെ ഭക്ഷണം ആയതുകൊണ്ടല്ലോ അത് ചത്തുപോയിട്ടൊന്നുമില്ല. പക്ഷെ എങ്കിലും ഓട്ടോറിക്ഷയ്ക്ക് പെട്രോൾ അടിക്കേണ്ടതെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ചാലും ഓട്ടോറിക്ഷ ഓടും. പക്ഷെ അതിന്റെ ആയുസ് ഉണ്ടാവില്ല. മാത്രല്ല അത് സുഗമമായിട്ട് ഓടില്ല. അത് കയറ്റം കയറുമ്പോ കണ്ടിട്ടില്ലേ, കുറെ പുകയൊക്കെ പുറത്തേക്ക് തള്ളി ആകെ കതച്ച് കഷ്ടപ്പെട്ടിട്ടല്ലേ. അത് തന്നെയല്ലേ നമ്മളെ സ്ഥിതി. നമുക്ക് യോജിക്കാത്ത ഭക്ഷണം കഴിച്ചാലും നമ്മൾ ജീവിക്കും. പക്ഷെ നമ്മളിങ്ങനെ ഒരു കയറ്റം കയറാനോ ആളപ്പോൾ ഓടാനോ അല്ലെങ്കിൽ അധ്വാനിക്കാനോ നമുക്ക് കഴിയില്ല. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് എടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മളിപ്പോൾ ഓണത്തിന്റെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെയാണ് എല്ലാവരും. നമ്മൾ നേരത്തെ ഡോക്ടർ പറഞ്ഞു ഇവിടെ തുപ്പരുതെന്ന് പറയുന്നിടത്ത് പോലെ എവിടെ തുപ്പണം എന്ന് കാണിക്കുന്നത് പോലെ അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതെ, നമ്മൾ വിഷരഹിതമായി ഭക്ഷണം കഴിക്കരുതെന്ന് പറയുമ്പോൾ എന്താണ് ഈ ഓണത്തിന് ഡോക്ടർ പറയുന്ന വിഷരഹിതമായിട്ടുള്ള ഭക്ഷണ രീതികൾ എന്തൊക്കെ? അതായത് സാധാരണ ഒരു വെജിറ്റേറിയൻ സദ്യക്ക് എന്തൊക്കെ ഉണ്ടാക്കാവോ അതൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം ഞങ്ങൾക്ക് കോംപ്രമൈസ് ഇല്ല. എന്താ കാര്യത്തില്ല, ഞങ്ങള് സദ്യയിലൊക്കെ പോയാൽ കഴിച്ചോളാൻ പറയും. ഈ മധുരം ഉണ്ടല്ലോ, എല്ലാ മധുരവും, അത് കൽക്കണ്ടായാലും പഞ്ചസാര ആയാലും ശർക്കര ആയാലും തേനായാലും ഇളനീരായാലും എന്തായാലും പഴമായാലും പഴവർഗ്ഗങ്ങൾ, പഴം എന്ന് പറഞ്ഞാൽ ആപ്പിളായാലും സപ്പോട്ടയായാലും ഒക്കെ തന്നെ പഴവർഗ്ഗങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഫിസിയോളജി. ഈ മനുഷ്യൻ മറ്റു ജീവികളെ പോലെയല്ല, ശാസ്ത്രത്തിന്റെ പിൻബലത്തിലാണല്ലോ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത്. ചൊറിയുന്ന ചേനയും അരിയും ഗോതമ്പും അല്ലെങ്കിൽ കോഴിയും ആടിനൊക്കെ തിന്നാൻ നമ്മൾ പഠിച്ചത് എങ്ങനെയാ? ശാസ്ത്രത്തിന്റെ പിൻബലത്തിലാണ്. അല്ലാണ്ട് നേരിട്ട് നമുക്ക് ഒന്നും തിന്നാൻ പറ്റുന്നതല്ല. ഒരു കോഴിനെ പിടിച്ച് തിന്നാൻ നമുക്ക് കഴിയില്ല, ഒരു ചേന കഷ്ണം തിന്നാനും നമുക്ക് കഴിയില്ല. ഇതൊക്കെ നമ്മൾ പരിശീലിച്ചു. അപ്പം നമ്മൾ സയൻസിൽ സയൻസ് പഠിച്ചിരിക്കണം, വിശ്വസിച്ചിരിക്കണം. അപ്പൊ ശാസ്ത്രത്തിന്റെ ഫിസിയോളജി എന്ന് പറയുന്ന ശാസ്ത്രത്തിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ദഹനത്തിന് ഓരോ സ്ഥലങ്ങളുണ്ട്. ചിലത് ചില സ്ഥലത്ത് വെച്ച് കൈകാര്യം ചെയ്യുകയാണ്. ചിലത് വായയിൽ തുടങ്ങും,
ചിലത് വയറ്റിൽ തുടങ്ങും, അങ്ങനെയൊക്കെ ഉണ്ട്. അതില് മധുരത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, മധുരത്തിന് ആമാശയം എന്ന് പറയുന്ന സഞ്ചിയിൽ ഒരു പണിയുമില്ല. അത് ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ആമാശയം എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക്, അതിലെത്തിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ അടിയിലത്തെ വാൾവ് തുറന്നു കൊടുക്കും. എന്നിട്ട് അത് ചെറുകുടലിലേക്ക് നീങ്ങി 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 പോകും. അവിടെയാണ് അതിന്റെ ദഹനം നടക്കുന്നത്. അരി, ഗോതമ്പ്, കിഴങ്ങ്, മാംസം, മത്സ്യം തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനവും ഉണ്ട്, പച്ചക്കറി ഉൾപ്പെടെ ഇലക്കറി ഒക്കെ ഉണ്ടല്ലോ. ഇതിനൊക്കെ ഈ ആമാശയം എന്ന് പറയുന്ന സഞ്ചിയിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 4 അല്ലെങ്കിൽ ഒരു ശരാശരി ഒരു 4 മണിക്കൂർ സമയമെങ്കിലും അവിടെ കിടന്ന് അവിടെയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡും മറ്റുമൊക്കെ ബന്ധപ്പെട്ട്, അത് മാത്രമല്ല ആ ആമാശയത്തിന്റെ കുറെ എന്താണ് ചതക്കലും തിരിക്കലൊക്കെ അതൊക്കെ നടത്തിക്കൊണ്ട് അതിനെ ഒരു പ്രത്യേക രൂപത്തിലാക്കിയതിന്റെ ശേഷമേ അത് കുടലിലേക്ക് എത്താൻ പാടുള്ളൂ. അപ്പോ മലയാളിയുടെ പുട്ടും പഴവും കഴിച്ച എങ്ങനെ ഉണ്ടാവും? ഒരു പണിയില്ലാത്ത പഴവും 4-5 മണിക്കൂർ നേരം പണിയെടുക്കേണ്ട പുട്ടും കൂടി ഒരു സ്ഥലത്ത് അവിടെയുള്ള ദഹനരസത്തിൽ കിടന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയോ? ആ പഴം ഫെർമെന്റ് ചെയ്യും. ആ പഴം അവിടെ കിടന്ന് പുളിച്ച് നിറച്ച് ഇതിനോടൊപ്പം കിടക്കും. മരിച്ചു പോവൊന്നുമില്ല, എങ്കിലും ആരോഗ്യത്തിന് അത് ഹാനികരമാണ്, വയറിന് അത് ദോഷമാണ്. ഒരു നല്ല ഭക്ഷണ രീതിയല്ല, നല്ല കോമ്പിനേഷൻ അല്ല, നല്ലൊരു ചേരുവയല്ല. അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് പറയും, മധുരങ്ങൾ വേറെ തന്നെ കഴിച്ചോളാം. അപ്പൊ പഴം ഒരു നേരത്തെ ഭക്ഷണമായിട്ട് സ്വീകരിക്കുക. എന്ത് പഴവും, അത് സപ്പോട്ടയിലും മാങ്ങയിലും ചക്കയിലും വേണ്ടില്ല, ഒരു നേരത്തെ ആഹാരം പഴങ്ങൾ കഴിക്കുക, അവസാനിപ്പിക്കുക. മറ്റു ഭക്ഷണമായിട്ട് മിക്സ് ചെയ്യരുത്. അപ്പൊ അവിടെയാണ് പായസത്തിനോട് ഞങ്ങൾക്കുള്ള ഒരു ചെറിയ എതിർപ്പ്, ഒരു അഭിപ്രായ വ്യത്യാസം. കാരണം മധുരം ചേർക്കാതെ പായസം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങൾ സദ്യയിൽ പായസം ഉണ്ടാക്കാറില്ല. എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഒരു ഫംഗ്ഷനിലെ വെൽക്കം ഡ്രിങ്ക് പായസമായിട്ട് കൊടുക്കും. അങ്ങനെയാണ് പതിവ്. എന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് സദ്യയും കൊടുക്കും. അപ്പോ പായസം ഒരു ഗ്യാപ്പ് കിട്ടും. പായസം അഥവാ മധുരം അപ്പോഴുണ്ടാക്കുന്ന പായസത്തിന് പ്രത്യേകത ഉണ്ട്. ഒന്നെങ്കിൽ പപ്പായ കൊണ്ട്, അല്ലെങ്കിൽ മാമ്പഴം കൊണ്ട്, അല്ലെങ്കിൽ സാധാരണ നേന്ത്രപ്പഴം, ഇങ്ങനെയുള്ള ഇതൊക്കെ ശർക്കര ചേർത്തിട്ട് അങ്ങനെയാണ് പായസം ഉണ്ടാക്കുക. അതില് ധാന്യങ്ങൾ ഉണ്ടാവില്ല കേട്ടോ, പഞ്ചസാര ചേർക്കാറില്ല, ഗോതമ്പിന് ശർക്കര തന്നെ ഉപയോഗിക്കാറ്. അപ്പൊ ഇതിൽ ധാന്യം ചേർക്കാതെയാണ് പായസം ഉണ്ടാക്കുക. ഞങ്ങള് വേവിക്കില്ല, വേവിച്ചോളൂ, വേവിക്കാം. ഇപ്പൊ നേന്ത്രപ്പഴം കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോ വേവിക്കാറൊക്കെ ഉണ്ട്. ഭക്ഷണം പലർക്കും അങ്ങനെ ഒരു ധാരണ ഉണ്ട്, വേവിക്കാതെ തിന്നണം, അല്ലെങ്കിൽ ഇലയും പുല്ലും തിന്നലാണ്. അതൊന്നല്ല, നല്ല രുചിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുക, വേവിച്ചിട്ടുണ്ടാക്കുക. ഓയിൽ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുമാതിരി മുളക് പൊടി മല്ലിപ്പൊടി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതില് അല്ലാണ്ട് നമുക്ക് പിന്നെ രുചി വായിക്ക് കൊള്ളാത്ത ഒരു ഭക്ഷണം നമ്മൾ കൊടുക്കാറില്ല. ആണ് ഉണ്ടെന്നുള്ള ധാരണ തെറ്റാണ്. നമ്മൾ സദ്യയിലേക്ക് വരുമ്പോഴേ, സദ്യയുടെ ഒരു ഏറ്റവും അട്രാക്ഷൻ സാമ്പാറാണ്. സാമ്പാറിന് പകരം എന്തായിരിക്കും? സാമ്പാറിന് പകരമല്ല, സാമ്പാർ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ? അത് എങ്ങനെയാന്ന് ചോദിച്ചാലേ, സാധാരണ ഈ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പൊക്കെ കലക്കിയ ഒരു വെള്ളമാണെന്ന്. ഞങ്ങൾ എന്ത് ചെയ്യുവെച്ചാല്, നല്ലൊരു മൂത്ത മത്തങ്ങ എന്ന് പറഞ്ഞാൽ അതിനൊരു ചെറിയൊരു ഇളം മഞ്ഞ നിറമൊക്കെ വരുമല്ലോ, അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറൊക്കെ ഉണ്ട്. ആ മത്തങ്ങ ഞങ്ങൾ മിക്സിയിൽ അരയ്ക്കും. അതാണ് ബേസ്. അതാണ് അതിന്റെ ബോഡി. അത് മിക്സിയിൽ അരച്ച് അത് ഞങ്ങളൊരു പാത്രം വെള്ളത്തിൽ കലക്കും. അതിലേക്കാണ് വെണ്ടയ്ക്കും വെള്ളരിക്കയും തക്കാളിയും മറ്റും ഒക്കെ ഇടുന്നത്. അങ്ങനെ വരുമ്പോൾ അരയ്ക്കുന്നതില് ഈ മത്തങ്ങയുടെ തൊലി ഉണ്ടല്ലോ, തൊലി മുഴുവനായിട്ട് അരയ്ക്കില്ല. തൊലി കുറച്ച് കട്ടിയായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വരും. അപ്പൊ സാമ്പാർ കഴിക്കുമ്പോൾ നിറം ഞങ്ങൾ ബാക്കിയെല്ലാം ചേർക്കും കേട്ടോ. അതായത് മല്ലിച്ചപ്പ് ചേർക്കും, മല്ലി ഇറക്കണമെങ്കിലും മല്ലിച്ചപ്പ് ചേർക്കും. അത് സാമ്പാറിന് വേണ്ടുന്ന മറ്റ് ഫ്ലേവറുകളൊക്കെ ഉണ്ടല്ലോ, കൃത്രിമല്ലാത്ത ഫ്ലേവറുകളൊക്കെ ചേർക്കും. പച്ചമുളകും ചേർക്കും, എരിവിന് പച്ചമുളകും ചേർക്കും. ഇതൊക്കെ പരിപ്പിന് പകരം ഈ മത്തങ്ങയുടെ തൊലി ഉണ്ടല്ലോ, അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അതിൽ വരുമ്പോൾ ഇവര് കടിക്കുമ്പോ അത് പരിപ്പാണെന്ന് ഫീൽ ചെയ്യും. അത് കിട്ടിയാൽ ഫീലിംഗ് ആണല്ലോ അല്ലേ, ഒരു സംസ്കാരമല്ലേ അത്. വെറും ഫീലിംഗ് മാത്രമല്ല, ഒരു സംസ്കാരമല്ലേ, തുടർന്നുകൊണ്ടിരിക്കണല്ലേ. അപ്പോ മത്തങ്ങയുടെ ഈ വെള്ളം ഉണ്ടല്ലോ, ഒരാള് ഞങ്ങൾ ഉണ്ടാക്കിയ സാമ്പാർ മാത്രം ഇരുന്ന് കുടിച്ചു എന്ന് കരുതുക, ഒരു ദോഷം ഉണ്ടാവില്ല. അതിനുള്ള നേരത്തെ പറയില്ലേ, അതിന്റെ ബോഡി അതിന്റെ. അതെ അതെ അതെ. പക്ഷെ അതിൽ പുളിയൊന്നും ചേർക്കില്ല. മാങ്ങ ചേർക്കും. മാങ്ങ അതിലിങ്ങനെ അരിഞ്ഞിട്ട് അല്ലെങ്കിൽ അരച്ച് ചേർക്കും. അപ്പൊ അറിയില്ല, സാമ്പാറിന്റെ രുചി തന്നെയാ. അതെ, സാമ്പാറിന്റെ ലുക്ക് ലൈക്ക് സാമ്പാർ. അതെ അതെ, അത് ഞാൻ കണ്ടു. നമ്മളിപ്പോ കഴിക്കുമ്പോഴും അല്ലേ അങ്ങനെയാണ്. പിന്നെ കാളനിലെ മലയാളി ഞങ്ങൾ അത്ര എതിർപ്പുകൊണ്ടല്ല അത്, എന്നാലും ഒരു പുതുമയ്ക്ക് വേണ്ടി ഞങ്ങൾ കാര്യം ചെയ്യാറുണ്ട്. തൈരില്ലാതെയാണ് കാളൻ ഉണ്ടാക്കുക.
കാളൻ എന്ന് പറഞ്ഞാൽ തൈരാണ് അതിന്റെ ബേസ്. അതെ അതെ. ഈ തൈരില്ലാതെ കാളൻ ഉണ്ടാക്കാൻ പറ്റുന്ന ആർക്ക് ചിന്തിക്കാൻ പറ്റും? ഞങ്ങൾ തൈരില്ലാണ്ട് കാളൻ ഉണ്ടാക്കും. അപ്പൊ അവിടെ മോരുണ്ടാക്കിയിട്ടുണ്ട്, പാലില്ലാതെയാണ്. പാലല്ലാതെ, പാല് കൊണ്ടല്ല മോരുണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ കാളൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പച്ചമാങ്ങ അതേമാതിരി വെണ്ണ പോലെ അരയ്ക്കും. എന്നിട്ട് ഇപ്പോൾ കുമ്പളങ്ങ കൊണ്ടാണ് കാളൻ ഉണ്ടാക്കുന്നത് കരുതുക, അത് അതേ സൈസിൽ തന്നെ മുറിച്ച് അത് വേവിക്കുമ്പോൾ അതിലേക്ക് ഈ പച്ചമാങ്ങ അരച്ചത് വെണ്ണ പോലെ അരച്ചത് ചേർക്കും. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ചേർക്കും. അപ്പോ ഇതിന്റെ ഇടയിൽ വരുന്ന ലൂബ്രിക്കന്റ് ഉണ്ടല്ലോ, അതായത് ആ തൈരിന്റെ റോള് ഈ വെണ്ണ പോലെ അരച്ച മാങ്ങയാണ് ഈ തൈരിന്റെ റോൾ എടുക്കുക. എങ്ങനെയാണ് മഞ്ഞ നിറം വരുന്നത് വെച്ചാൽ അത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ്. അപ്പൊ ഇതിന്റെ കാളനായില്ലേ, പുളിരസം ഉണ്ടായി. കാളനൊരു പുളിരസം വേണം, ഒരു മഞ്ഞ നിറം വേണം, ഈ കഷ്ണങ്ങളുടെ ഇടയില് ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ഉണ്ടാവണം. ഇതൊക്കെ ആയില്ലേ. ഓ, അതാണ് അതിന്റെ ഒരു ഈ കാളന്റെ പ്രത്യേകത. അതെ. ഈ ഇഞ്ചിമ്പുളിയോ? ഇഞ്ചിമ്പുളി അത് ടേസ്റ്റ് ചെയ്യുമ്പോഴൊക്കെയും അറിയില്ലല്ലോ, പച്ചക്കറി ആണെന്ന് അറിയില്ലല്ലോ. പച്ചക്കറി കൊണ്ടാണ് ഇഞ്ചിമ്പുളി ഉണ്ടാക്കുന്നത്. അതായത് എല്ലാ പച്ചക്കറി വായിൽ ചൊറിയാത്തതും കഴിക്കാത്തതുമായിട്ടുള്ള കയ്പരസം, കയ്പൊക്കെ എടുക്കില്ല, അന്ന് ചൊറിയാത്തതുമായിട്ടുള്ള എല്ലാ പച്ചക്കറിയും മിക്സിയിൽ വെണ്ണ പോലെ അരയ്ക്കും. അരയ്ക്കുമ്പോൾ ബീട്രൂട്ടിന് ഒരല്പം ബന്ധൂക്കം കൊടുക്കും, കളർ കിട്ടാൻ. എന്നിട്ട് ഞങ്ങൾ എന്താ വെച്ചാൽ കുറച്ച് എള്ള് കൂടി ഇതേമാതിരി വറുത്തിട്ട് അത് അരയ്ക്കും. എല്ലാം എന്താ വെച്ചാൽ ഒത്തിരി കറുപ്പ് നിറം കൂടി കിട്ടാൻ. ഇതൊക്കെ കൂടി അരച്ചതില് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഇഞ്ചി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞതും കറിവേപ്പിലയും കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ പച്ചമുളകും കൂടി പച്ചവെള്ളത്തിൽ അങ്ങോട്ട് വേവിക്കും. അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഈ അരച്ച മിക്സർ അതിലിട്ടും, എന്നിട്ട് അതിങ്ങനെ കുറുക്കിയെടുക്കും. അപ്പോ എങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റില്ല അത് പച്ചക്കറി കൊണ്ടാണെന്ന്. പക്ഷേ ഒരു സ്പൂൺ ഇഞ്ചിമ്പുളി കഴിച്ചാൽ ഒരു സ്പൂൺ പച്ചക്കറിയാണ് വയറ്റിലേക്ക് എത്തിയത്, അല്ലേ? ഇവിടെ ഉദ്ദേശം എന്താ വെച്ചിട്ടാ, മലയാളിയെ ഇനി പച്ചക്കറി തിന്നാൻ പഠിപ്പിക്കാൻ കഴിയില്ല. വിദേശത്ത് പോയ മലയാളി അവിടെ അവർ സലാഡ് തിന്നാൻ അവർക്ക് സലാഡ് ഉണ്ടാക്കി കൊടുക്കും. അവരുടെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് പ്രത്യേകം സലാഡ് ഉണ്ടാക്കും. എന്താ കാര്യം എന്ന് ഞാൻ വീണ്ടും അതും കൂടി പറയാലോ. ദാരിദ്ര്യം തന്നെ കാരണം. ഒരു വെള്ളരിക്ക വല്യമ്മ ഇന്ന് തൊലിയെത്താണ്, വീട്ടില് അമ്മച്ചി ഒരു വെള്ളരിക്ക തൊലിയെത്താണ്. തൊലിയെത്തുമ്പോ ആ അമ്മയുടെ മനസ്സിൽ എന്താണെന്നറിയോ, ഇത് വേവിച്ചിട്ട് വേണം 16 പ്ലേറ്റിൽ വിളമ്പാൻ. ഇതാണ് മനസ്സിലുള്ളത്. ആ നേരത്താണ് കുട്ടി വന്നിട്ട് ഒരു പിടി എടുത്താൽ എങ്ങനെ ഉണ്ടാവും? അത് വിളമ്പാൻ എത്തുമോ? അവിടെ തുടങ്ങിയിട്ടുണ്ട് പച്ചക്കറിയോടുള്ള എതിർപ്പ്. എവിടെ? ആ പട്ടിണിയിൽ. കാരണം ദാരിദ്ര്യത്തിൽ ഒരു കൂട്ടാൻ വെച്ച് കൊടുക്കാനുള്ള പച്ചക്കറി വാരി തിന്നാ പിന്നെ എവിടുന്ന് കിട്ടും? അപ്പൊ ദാരിദ്ര്യമായിരുന്നു നമ്മളെ കൊണ്ട് പച്ചക്ക് തിന്നാൻ അനുവദിക്കാതിരുന്നത്. നമ്മളെ പഠിപ്പിക്കണൊക്കെ സ്കൂളില് ചൂടാക്കിയാൽ വൈറ്റമിൻ സി നഷ്ടപ്പെടും, ഇന്നും പഠിപ്പിക്കുന്നതാണ്. ചൂട് തട്ടിയാൽ വൈറ്റമിൻ സി വെള്ളരിക്കയുടെ ആയാലും മാങ്ങയുടെ ആയാലും തക്കാളിന്ന് മാത്രം മുഴുവൻ പോവില്ല, ബാക്കി എല്ലാ സാധനത്തിനും പോവും. എല്ലാ പച്ചക്കറിയിൽ നിന്നും 100% വൈറ്റമിൻ സി നഷ്ടപ്പെടുമ്പോൾ തക്കാളിന്ന് മാത്രമാണ് 100% പോകത്തുള്ളൂ. അങ്ങനെ നമ്മളെ പഠിപ്പിക്കുകയും വൈറ്റമിൻ സി ആണ്. നേരത്തെ അവിടെ വലിയ പ്രസംഗം നടത്തിയില്ലേ ആളുകള് ഈ കൊറോണയെ കുറിച്ചൊക്കെ. വൈറ്റമിൻ സി ആ നേരത്തെ എല്ലാവരും ചെറുനാരങ്ങ നീരും നെല്ലിക്കൊക്കെ കഴിച്ചിരുന്നല്ലോ. അപ്പൊ എല്ലാവർക്കും അറിയാം പ്രതിരോധ ശേഷി നിലനിൽക്കാൻ വൈറ്റമിൻ സി വേണമെന്ന്. മലയാളിക്ക് എവിടുന്ന പ്രതിരോധ ശേഷി ഈ നിലയ്ക്കാണെങ്കിൽ കിട്ടുക? പച്ചവെള്ളം പോലും പുഴുങ്ങിയിട്ടല്ലേ കഴിക്കുന്നത്. പച്ചവെള്ളം കുടിക്കുന്ന ആളില്ല. പച്ചക്കറി ഒരു കഷ്ണം പോലും പച്ചക്ക് തിന്നുന്നില്ല. പഴങ്ങൾ ഇപ്പൊ പലർക്കും പേടിയാണ്, പ്രമേഹം വരുന്ന പോലും വിശ്വസിച്ചിരിക്കുന്ന നാടാണ് നമ്മള്. എന്നിട്ട് പഴം കഴിക്കുന്നില്ല പലരും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ പഴം കിട്ടില്ല. നോക്കിക്കോളൂ, റെയിൽവേ സ്റ്റേഷനിൽ ഇനി പോയി നോക്കൂ, പഴമില്ല. എന്താണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചപ്പോ തിന്നാനാളില്ലാണ്ട് ഞങ്ങൾ എന്താ ചെയ്യാന്ന് അവര് ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഡോക്ടർ നമ്മൾ പറഞ്ഞു ഒരു കാലത്ത് പച്ചക്കറി ദാരിദ്ര്യം എന്ന് പറഞ്ഞു, അത് സമ്പത്തിന്റെ ഒരു ദാരിദ്ര്യം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം നല്ല പച്ചക്കറികളുടെ ഒരു ദാരിദ്ര്യമില്ലേ? നല്ല പച്ചക്കറികളുടെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അത് തിരുത്തേണ്ടതുണ്ട്. കാരണം എന്തും വില ചോദിക്കാതെ വാങ്ങും. സ്വർണം വാങ്ങും, കാറ് വാങ്ങും, ഒക്കെ വാങ്ങില്ലേ? പച്ചക്കറി കടയിൽ ചെന്നാൽ അല്ലെങ്കിൽ ഒരു അരി മേടിക്കാനോ അല്ലെങ്കിൽ മറ്റു ധാന്യങ്ങൾ മേടിക്കാനോ നമ്മൾ വില കുറഞ്ഞതേ വാങ്ങുള്ളൂ. നല്ല ശർക്കര കിട്ടാനുണ്ട്, അതായത് ഒരു മായവും ചേർക്കാത്ത ശർക്കര കിട്ടാനുണ്ട്. ചിലപ്പോൾ അവർ 200 രൂപ ഒരു കിലോന് ചോദിക്കും. കൊടുക്കാൻ തയ്യാറുണ്ടോ? കിട്ടാനുണ്ട്. നല്ല പച്ചക്കറി കിട്ടാനുണ്ട്. ഇപ്പൊ ഇന്ന് അവിടെ ഉണ്ട് അരിക്ക് 1 കിലോന് 100 രൂപയാണ്. ജൈവ അരിയാണ്. അവിടെ അരി കൊണ്ടുവരുന്ന ആൾ അവിടെ ഏതും ആവാം. രാസവളവും കീടനാശിനിയും ചേർക്കാത്ത അരി കേരളത്തിൽ എവിടെയും ഞങ്ങൾ എത്തിച്ചു കൊടുക്കാം. പക്ഷെ 1 കിലോന് 100 രൂപ കൊണ്ടുവരും.
അത് കൊടുക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ് ഈ വിഷമൊക്കെ തിന്നുകൊണ്ട് വരുന്നത്. ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിൻ്റെയും. തക്കാളിയും കിട്ടും, ആപ്പിളും കിട്ടും, എല്ലാ സാധനവും ജൈവ രീതിയിൽ കിട്ടാനുണ്ട്. എന്തിന് കറിവേപ്പില പോലും കിട്ടാനുണ്ട്. കാറമടയിൽ ഒരു എഞ്ചിനീയർ 5 ഏക്കർ സ്ഥലം കറിവേപ്പില തോട്ടം ജൈവ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അയാളെ കറിവേപ്പിലയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. അയാൾ കുറെ പശുവിനെയും വളർത്തി ചാണകമൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഒരു കീടനാശിനി അയാൾ അടിക്കുന്നില്ല. അപ്പൊ കിട്ടാനുണ്ട്, പക്ഷെ അവർ ചോദിക്കുന്ന വില കൊടുക്കണം. അതിന് തയ്യാറല്ല നമ്മൾ. നമുക്ക് വില കുറച്ച് കിട്ടണം. അവിടെയാണ് മോശം സാധനം നമ്മളുടെ. ഇപ്പൊ ശർക്കര 45-50 രൂപ കൊടുത്താൽ കടയിൽ നിന്ന് കിട്ടില്ലേ? നിങ്ങൾ ഇപ്പൊ മറയൂർ ശർക്കര എന്ന് പറയുന്നതും എല്ലാം ചിലപ്പോൾ പ്രശ്നമുണ്ടെന്ന് ആൾക്കാർ വേണ്ടത്. അതെന്തോ ആവട്ടെ, ഒറിജിനൽ ശർക്കര കിട്ടണമെങ്കിൽ ഒരു 150 രൂപ കുറഞ്ഞാൽ കിട്ടില്ല. കാരണം അവർക്ക് ഉണ്ടാക്കി തരാൻ മുതലാവില്ല എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ അരിയും, ഈ ഇപ്പം ഉണ്ടാരി ഉണ്ടല്ലോ, അതൊരു 1 മാസം കഴിഞ്ഞാൽ അത് കേടുവരും. മറ്റേ അരി 6 കൊല്ലം കഴിഞ്ഞാലും കേടുവരില്ല. എത്ര വേണേ ഇരിക്കും. ഇപ്പൊ ഡോക്ടർ പലപ്പോഴും ഇതിൽ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഒരു ഭക്ഷണ സംസ്കാരം. നമുക്ക് അത് ഭക്ഷണ സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഭക്ഷണ സംസ്കാരം നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നമ്മൾ സംസ്കാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സംസ്കാരം പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഭക്ഷണ സംസ്കാരം നമുക്ക് വന്നു. പണ്ട് നമ്മൾ ഐസ്ക്രീം ചോറുണ്ടതിന്റെ ശേഷം കഴിക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ചോറുണ്ടതിന്റെ മേലെ ഇപ്പൊ നമ്മളൊരു പുതിയ തലമുറ 10-30 കൊല്ലമായിട്ട് ഉള്ള ആളുകൾ നോക്കിയാൽ ഒരു 30 വയസ്സെങ്കിലുള്ള ആളെ സംബന്ധിച്ച് അവരുടെ ചെറുപ്പത്തിൽ തൊട്ടേ അവർ ശീലിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഐസ്ക്രീം ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കാന്ന് പറഞ്ഞ് ഛർദ്ദിക്കാൻ വരും. അപ്പോൾ ഭക്ഷണ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് മോശമായിക്കൊണ്ടിരിക്കുകയാണ്, നന്നാവല്ല. നല്ല സംസ്കാരത്തിലേക്കല്ല പോകുന്നത്. നമ്മളെ മോശമായതിനെയാണ് അനുകരിക്കുന്നത്, നല്ലതിനെ അനുകരിക്കുന്നൊന്നുമില്ല. ഇവിടെ മെജോറിറ്റി ആളുകളും, അതായത് മറ്റു രാജ്യങ്ങളിൽ പോയതിനേക്കാൾ കൂടുതൽ ആളുകൾ ഗൾഫ് നാടുകളിലല്ലേ പോയിട്ടുള്ളതോ. ഈ ഗൾഫില് അറേബ്സ് ഒക്കെ കഴിക്കുന്ന ഭക്ഷണത്തിൽ അവർ അതിനോടൊപ്പം സലാഡ് കഴിക്കും. തെക്കൻ മേഖലയിലാണെങ്കിൽ ജർമ്മനിയിലും അമേരിക്കയിലൊക്കെ പോയ ആളുകളാണ്, അവരും സലാഡ് കഴിക്കും. അവർക്ക് വേവിക്കാത്ത പച്ചക്കറി ഇല്ലാതെ ഒരു അറബിയും ഒരു അമേരിക്കക്കാരനും ഒരു നോർവേക്കാരനോ അല്ലെങ്കിൽ ജർമ്മൻകാരനോ ഒന്നും ഭക്ഷണം കഴിക്കില്ല. അത് കണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എന്തുകൊണ്ട് നമ്മളെ വീട്ടിൽ തുടരുന്നില്ല? അത് നമ്മളുടെ ഒരു സംസ്കാരമാണ്. സംസ്കാരം മാറാൻ എളുപ്പമല്ല. അതിന് മോശമായത് ചേർക്കും, ഈ നല്ലതിനാരും ഉൾപ്പെടുത്തുന്നില്ല. ശരിക്കും ഇപ്പോൾ ഡോക്ടർ നടത്തുന്ന ഈ ഒരു പ്രവർത്തനങ്ങൾ, ഇത് പലപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇതൊരു യുദ്ധമാണ് അല്ലേ? ഒരു യുദ്ധമാണ്, ഒരു വിപ്ലവമാണ് ഞങ്ങൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു യുവതലമുറയൊക്കെ ഇതിനെ എങ്ങനെയാണ് അവരെ അക്സെപ്റ്റ് ചെയ്യണത്? യുവതലമുറയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് ഇവർക്ക് അസിഡിറ്റി തുടങ്ങിയിട്ടുള്ള കൊളൈറ്റിസ് തുടങ്ങിയിട്ടുള്ള വയറിനുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ പുതിയ തലമുറയ്ക്കുണ്ട്. ഒരു 10-25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. പണ്ട് സമ്പന്നന്റെ രോഗമായിരുന്നു പ്രമേഹം, പണക്കാരന്റെ രോഗമായിരുന്നു പ്രമേഹം, അങ്ങനെ കേട്ടിട്ടില്ലേ? ഇന്ന് പണിക്കാരുടെ രോഗമാണ് പ്രമേഹം. എല്ലാം ഇവരുണ്ടല്ലോ, ഗ്രഹനിർമ്മാണ രംഗത്തുള്ള മേസനും ആയാലും ആശാരി ആയാലും ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവർക്കൊക്കെ ഒരു 40 വയസ്സ് കഴിഞ്ഞ പ്രമേഹമുണ്ട്. പണ്ട് സമ്പന്നനായിരുന്നു, അറിവില്ലാതെ വയറ് നിറച്ചും പിന്നെ കിട്ടുന്ന എന്താ പറയുക ആ സമയത്തൊക്കെ കഴിച്ചിരുന്നു. അവരിപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ പണിക്കാരുടെ ധാരണ ഭക്ഷണം ധാരാളം കഴിക്കണം എന്നുള്ള, ഒരു രാവിലെ 10 മണിക്ക് ഉച്ചയ്ക്ക്, അതായത് ഒരു പകലിൻ്റെ പകുതിയിൽ 3 ഭക്ഷണം കഴിക്കും. ആലോചിച്ച് നോക്കൂ, ഒരു പകലിൻ്റെ പകുതിയിൽ 3 തവണ ഭക്ഷണം കഴിക്കും. അതും വയറ് നിറച്ച് കഴിക്കും. പൊറാട്ടയും മറ്റൊരു സാധനങ്ങളൊക്കെ കഴിക്കും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ ഓണം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഒരു തിരിച്ചു നടത്തും. പ്രത്യേകിച്ച് ഈ ഓണം പല തരത്തിലും നമുക്ക് നൽകുന്ന മെസ്സേജുകളുണ്ട്. നമ്മളെ ഓണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ മുന്നിലേക്ക് കാണിച്ചിരുന്ന മഹാബലിയാണ്. ഒരു വലിയ വയറനാണ്. സമൃദ്ധി എന്ന് പറഞ്ഞാൽ തടിയും വണ്ണവും വയറ് ചാടിയത് എന്നൊരു ധാരണ, അതായത് പണക്കാർ കൊണ്ട് അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സമൃദ്ധി എന്ന് പറയുന്നത് ആളുകളുടെ ധാരണ അങ്ങനെ എന്നൊരു ധാരണയുണ്ട്. ഇപ്പോൾ സർക്കാർ അതിന് ചില വിലക്കുകൾ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. മഹാബലി അങ്ങനെ വരയ്ക്കാൻ പാടില്ല. ആരോഗ്യമുള്ള ഒരാളായിട്ടല്ലല്ലോ മഹാബലിയെ കാണിച്ചത്. പക്ഷെ വയറുണ്ടെന്ന് ആരോഗ്യത്തിന്റെ ലക്ഷണമല്ല എന്നതിന് ഈ ഒറ്റ കാര്യം എടുത്താൽ മതി, മഹാബലിയുടെ കാര്യം മതി. ഇപ്പോൾ നമ്മളോട് പറയുന്നത് മഹാബലിയെ വരയ്ക്കുമ്പോൾ ആരോഗ്യമുള്ള ഒരു മഹാബലിയാണ് കാണിക്കേണ്ടതെന്നാണ്. അതുമാത്രം ഓണത്തിന് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അതുമാത്രം നമ്മളൊരു ശ്രദ്ധിക്കണ്ടോ. അതായത് വയറുന്തിയവനല്ല ആരോഗ്യമുള്ളവൻ എന്ന് പറയുന്നത് വയറ് ഉള്ളിലേക്ക് വലിഞ്ഞവനാണ്. അതായത് ഉള്ളിലേക്ക് വലിയാൻ ഞാൻ ഉദ്ദേശിച്ചത് പുറത്ത് ചാടാത്തവനാണ്. ഇത് ആണ് ഓണത്തിന് കൊടുക്കേണ്ട സന്ദേശം. ആ ഒരു സംസ്കാരത്തിലേക്ക് എല്ലാവരും മാറണം. അത് കുട്ടികൾ തൊട്ട് എല്ലാവരും നേരത്തെ തുടങ്ങണം.
കുട്ടികൾ തൊട്ട് കുട്ടികളെ തൊട്ട് പഠിപ്പിക്കണം. ഭക്ഷണം ആവശ്യം മതി എന്ന് പറഞ്ഞാൽ അപ്പം നിർത്തണം. കുട്ടികൾ മതി എന്ന് പറയുമ്പോൾ അല്ലേ? കുട്ടികൾ മതി എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അമ്മമാര് ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാ? അവ അതാ 2 കഴിച്ചു, നീ 1 കഴിച്ചിട്ടുള്ളൂ, അവന്റെ കഴിഞ്ഞു, നിന്റെ കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെയല്ലേ പറയുന്നത്. എന്നിട്ട് മത്സരിപ്പിക്കല്ലേ. അപ്പൊ കുട്ടിക്ക് തോൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെയും തിന്നെയാണ്. നല്ല വാക്ക് പറഞ്ഞിട്ടും കൊടുക്കും, വടി എടുത്തിട്ടും കൊടുക്കും, പേടിപ്പിച്ചിട്ടും കൊടുക്കും. അങ്ങനെ നമ്മളെ ഒരു ചെറുനാരങ്ങയോളം വലിപ്പമുണ്ടായിരുന്ന ആ ആമാശയമാണ് ഇന്ന് ഒരു പറ ചോറുണ്ണാൻ മാത്രമായി തീർന്നത്. അങ്ങനെ കുറേശ്ശെ വലുതാക്കി എടുത്താണ് നമ്മള്. അതൊരു തെറ്റായ സംസ്കാരം. ശരിക്കും ഇത് ഒരു സ്കൂളിൽ നിന്ന് തൊട്ട് തുടങ്ങണം. ആവശ്യത്തിന് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ ഇപ്പൊ അങ്ങനെ തന്നെയുള്ളൂ കേട്ടോ. ടീച്ചർമാര് പിന്നെയും തിന്നുമോനെ എന്നൊന്നും പറയുന്നില്ലല്ലോ. അതാണ് ശരി. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് പാഠ്യവിഷയം. അവിടെ പാഠ്യവിഷയത്തിലായിരിക്കണം ഭക്ഷണത്തെ കുറിച്ച് പഠിപ്പിക്കണം. ഒരാൾക്ക് എത്ര കലോറി ഊർജം വേണമെന്ന് ചോദിച്ചാൽ മലയാളിക്ക് അറിഞ്ഞുകൂടാ. ഒരു ചായയിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ അതിനറിഞ്ഞുകൂടാ. ഒരു ചായയിൽ നിന്ന് എത്ര കലോറി ഊർജം കിട്ടും, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ ഉണ്ട്, ഇതല്ലേ പഠിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേണ്ടത് പഠിപ്പിക്കുന്നില്ല. നമ്മള് വിദ്യാഭ്യാസം മാറേണ്ട സമയമായിട്ടുണ്ട്. അപ്പോ ഇത്രയും നേരം സന്തോഷം ഡോക്ടർ എന്താ പറയാ വാക്കുകളും വളരെ സന്തോഷം എന്താ പറയാ പ്രവൃത്തികളും. കാരണം ഇപ്പൊ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ജീവ ഗുരുവായൂർ അതുപോലെ ഒരുപാട് ആളുകളുടെ എന്താ പറയാ രോഗങ്ങളുടെ സൗഖ്യത്തിലേക്കൊക്കെ ഡോക്ടർ വലിയ പങ്കുവച്ചിട്ടുള്ള ആളാണ്. ഗുരുവായൂരുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അപ്പൊ ഡോക്ടർ ഈ പ്രവർത്തനങ്ങൾ സധൈര്യം മുന്നോട്ട് പോകട്ടെ. ജന്മം കൊണ്ട് ഞാൻ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാ. ആണോ? വാഴപ്പള്ളിക്കാരനാ. കാവീട് വാഴപ്പള്ളി. ഓക്കെ. ഇപ്പൊ തിരൂര് 40 വർഷമായിട്ട് തിരൂരിലാണ്. തിരൂര് താമസം. എന്റെ സ്ഥാപനം അവിടെ തന്നെയാണ്. അപ്പൊ താങ്ക് യു ഡോക്ടർ. വീണ്ടും ഓണാശംസകൾ.